സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വേട്ടയാടലിനും മാധ്യമ വിചാരണയ്ക്കും വിധേയനാകേണ്ടി വന്ന കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അപവാദങ്ങളും അതേ തുടർന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമെല്ലാം ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും കേരളത്തിലെ സജീവ രാഷ്ട്രീയ രംഗത്തു നിന്നും പുറത്തു പോകുന്ന സാഹചര്യങ്ങൾക്കാണ് വഴിവെച്ചത്. പാർട്ടിയിൽ നിന്ന് ഔപചാരികമായി പുറത്താക്കപ്പെട്ടെങ്കിലും കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ പതനം ഉറപ്പുവരുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി UDF ശക്തമായി അധികാരത്തിലേക്ക് തിരികെ വന്ന സാഹചര്യത്തിൽ രാഹുൽ തൻ്റെ കണക്കുകൾ ഓരോന്നോരോന്നായി വീട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ 1-ാം നമ്പർ വിക്കറ്റ് രാഹുൽ മാങ്കൂട്ടം വീഴ്ത്തിയിരിക്കുന്നു. യൂട്യൂബറായിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജൻ ജോസഫ് ഇതിനോടകം തന്നെ ജയിലിലായിരിക്കുന്നു. രാജൻ ജോസഫ് ജയിലിലായ പശ്ചാത്തലവും രാഹുൽ മാങ്കൂട്ടം രാജൻ ജോസഫിനെ വീഴ്ത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ പിന്നാമ്പുറ കഥകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേരള സ്പീക്സിനെ കൂടുതൽ പിന്തുണയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, യൂട്യൂബറായിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജൻ ജോസഫ് തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമ വിചാരണ നടത്തുവാൻ ഇറങ്ങിത്തിരിച്ചവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയ റിനി ആൻ ജോർജിന് പ്രതികൂലമായി പ്രതികരിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെയും ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ചവരുടെ കുടുംബാംഗങ്ങളെയുമെല്ലാം അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി വീഡിയോകൾ രാജൻ ജോസഫ് കഴിഞ്ഞ കാലങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. രാജൻ ജോസഫിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നിരവധി പരാതികൾ നൽകിയിരുന്നുവെങ്കിലും പോലീസ് കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയ പശ്ചാത്തലത്തിൽ രാജൻ ജോസഫിനെതിരെ പുതിയ പരാതിയുമായി ശ്രീനാദേവി കുഞ്ഞമ്മ കടന്നു വരികയും പുതിയ പരാതിയല്ല പരാതികളുമായി ശ്രീനാദേവി കുഞ്ഞമ്മ കടന്നു വരികയും ആദ്യ കേസിൽ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഈ ജാമ്യം ലഭിച്ച ആത്മവിശ്വാസത്തിൽ തൊട്ട് പിറ്റേന്ന് തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മയെയും രാഹുൽ മാങ്കൂട്ടത്തെയും ചേർത്ത് അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന അവഹേളിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രാജൻ ജോസഫ് വീണ്ടും നിയമത്തെയും ശ്രീനാദേവി കുഞ്ഞമ്മയെയും വെല്ലുവിളിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്ന് രാജൻ ജോസഫ് തൻ്റെ വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ IT ആക്ട് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഒരാഴ്ചക്കിടയിൽ 2-ാം വട്ടം രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2-ാം വട്ടം അറസ്റ്റിലായതോടെ രാജൻ ജോസഫ് ആദ്യ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ കൂടി ലംഘിച്ചു എന്ന് കണ്ടെത്തിയ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. തീർച്ചയായും ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് ടീം രാഹുലിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നയാളാണ്. രാഹുൽ മാങ്കൂട്ടം അനാവശ്യമായി വേട്ടയാടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. രാഹുലിനോട് ഇപ്പോഴും ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അതിനാൽ തന്നെ രാജൻ ജോസഫിനെ പൂട്ടുവാൻ ശ്രീനാദേവി കുഞ്ഞമ്മ കളത്തിലിറങ്ങുമ്പോൾ അവർ നീക്കങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ ആ നീക്കങ്ങൾക്ക് മുന്നിലും പിന്നിലും നിന്ന് വഴികാട്ടിയത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങൾക്കൊന്നുമുള്ള ഒരു സാധ്യതയും അവശേഷിപ്പിക്കാതെ ഈ കളിയിലെ തൻ്റെ പങ്കാളിത്തം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ കളിയിൽ കളത്തിലിറങ്ങി കളിക്കുകയായിരുന്നു. നേരിൽ പ്രത്യക്ഷപ്പെട്ടാണ് കരുക്കൾ നീക്കിയത്. രാജൻ ജോസഫ് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് അടൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരെ അവിടെ കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു. ഈ ശ്രമം നടത്തിയവരെല്ലാം രാഹുലിനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു. ഈ ശ്രമം നടന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ആ സ്റ്റേഷനിലുണ്ടായിരുന്നു. രാജൻ ജോസഫ് പറയുന്നത് പോലെ രാഹുലും രാജൻ ജോസഫും തമ്മിൽ അന്ന് ആദ്യമായി മുഖാമുഖം കാണുകയും ചെയ്തു. പിന്നീട് 2-ാം വട്ടം രാജൻ ജോസഫ് അറസ്റ്റിലായി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും രാഹുൽ മാങ്കൂട്ടം അവിടെ പകൽ വെളിച്ചത്തിൽ തൻ്റെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ നിലയുറപ്പിക്കുകയും രാജൻ ജോസഫ് തന്നെ കണ്ടു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ജയിലിലേക്ക് കൊണ്ടുപോകാനായി രാജൻ ജോസഫിനെ ജീപ്പിൽ കയറ്റിയപ്പോൾ ആ ജീപ്പ്
നീങ്ങിത്തുടങ്ങിയപ്പോൾ രാജൻ ജോസഫിനെ കൈവീശി കാണിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയും ആ സംഭവ സ്ഥലത്ത് കോടതി മുറ്റത്ത് കണ്ടവരുണ്ട്. ഇത്തരത്തിൽ ഈ കളിക്ക് പിന്നിൽ താനാണെന്നും രാജനെ അകത്താക്കിയത് താനാണെന്നും രാജൻ ജോസഫിനോട് മാത്രമല്ല ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുവാനുള്ള ആർജവമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ തൻ്റെ വാദം ഉന്നയിക്കാതെ, പ്രതിരോധം തീർക്കാതെ, വിശദീകരണം നൽകാതെ ഒരു മടയ്ക്കുള്ളിലേക്ക്, ഒരു ഷെല്ലിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അല്ല ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥയും പൊതുജന വികാരവും തനിക്ക് അനുകൂലമാണെന്ന കൃത്യമായ തിരിച്ചറിവിൽ തന്നെ രാഹുൽ കളത്തിലിറങ്ങി കളിക്കുകയാണ്. തന്നെ വേട്ടയാടിയ ഓരോരുത്തരെയും ഒന്നൊന്നായി വീഴ്ത്തുവാൻ അയാൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ കളിയിൽ വീണ ആദ്യ വിക്കറ്റ് മാത്രമാണ് രാജൻ ജോസഫ്. ഇപ്പോൾ തന്നെ രാജൻ ജോസഫ് വീഡിയോകൾ പങ്കുവച്ചിരുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായിട്ടുള്ള സിബി തോമസിനെതിരെയും രാഹുൽ മാങ്കൂട്ടം കരുനീക്കം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ സിബി തോമസ് രാജൻ ജോസഫിൻ്റെ കൂട്ടുപ്രതിയാണ്. എന്നാൽ രാജൻ ജോസഫിനും സിബി തോമസിനും അപ്പുറം രാഹുൽ മാങ്കൂട്ടം തന്നെ വീഴ്ത്തിയ ഓരോരുത്തർക്കെതിരെയും കരുനീക്കങ്ങൾ ആരംഭിക്കുമെന്നും തന്നെ അനാവശ്യമായി വേട്ടയാടി തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും തൻ്റെ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് എന്ന മനോഭാവത്തിൽ തന്നെ അത് വീട്ടുമെന്നുമാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. രാജൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം അയാളെ വീഴ്ത്തുവാൻ ഉപയോഗിച്ചത് ശ്രീനാദേവി കുഞ്ഞമ്മയാണെങ്കിൽ അടുത്ത കളികൾ ഒരുപക്ഷെ രാഹുൽ നേരിട്ടിറങ്ങി തന്നെയായിരിക്കും കളിക്കുക. അതൊരുപക്ഷെ നിയമത്തിൻ്റെ പാതയിലാവില്ല. തനിക്കെതിരെ പടുത്തുയർത്തിയ നുണക്കോട്ടകളെ പൊളിച്ചെടുക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇരകളുടെ വ്യാജ ഇരവാദം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു വരവായിരിക്കും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ കളത്തിലിറങ്ങി കളിക്കുവാൻ ഇനി അയാൾക്ക് മുമ്പിലുള്ള ഏക പരിമിതി എന്ന് പറയുന്നത്, നിയമപരമായിട്ടുള്ള പരിമിതി എന്ന് പറയുന്നത് അയാൾക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളാണ്. എന്നാൽ ഈ കേസുകളിൽ പോലും FIR റദ്ദാക്കപ്പെടുവാനുള്ള സാഹചര്യമൊരുക്കുന്ന നിരവധി അനുകൂലമായിട്ടുള്ള വിധികൾ സമീപ ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള മൂന്നാമത്തെ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒരുപാട് ക്രമവിരുദ്ധമായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോടതി തന്നെ അത് തിരികെ അയക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ കൂടി ഇല്ലാതാകുന്നതോടെ രാഹുൽ മാങ്കൂട്ടം ഒരു കൊടുങ്കാറ്റ് പോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാനുള്ള കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അത് ഒരു ത്രില്ലർ സിനിമയെപ്പോലെ ത്രസിപ്പിക്കുന്ന രാഷ്ട്രീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. രാഹുൽ മാങ്കൂട്ടം ഏതൊക്കെയാണെങ്കിലും കളി തുടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ വിക്കറ്റ് വീഴ്ത്തിയിരിക്കുന്നു. 2ഉം 3ഉം 4ഉം 5ഉം 6ഉം വിക്കറ്റുകളൊക്കെ വീഴാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിൽ വീഴാൻ പോകുന്ന വിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഊഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പു പറയാം, രാഹുൽ കളി ആരംഭിച്ചിട്ടുണ്ട്. അത് അവസാനത്തെ കളിയാകുവാനാണ് സാധ്യത. തൻ്റെ തിരിച്ചുവരവിന് രാഷ്ട്രീയപരമായി കളമൊരുക്കുന്ന ഒരു കളിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം കളിക്കളത്തിലിറങ്ങുമ്പോൾ ഉദ്യോഗജനകമായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കാണുവാൻ കഴിയുക. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.